ഞാനിപ്പോൾ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു കൊച്ച്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഞാൻ കണ്ടു, ഞാനിവിടെ വേറെ പല പണികളും ചെയ്താണ് കാശ് ഉണ്ടാക്കണേ, മാൾട്ടയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കാശ് ഉണ്ടാക്കിയാലാണ് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഞാനിവിടെ കെയറായിട്ട് വർക്ക് ചെയ്യുന്നത്, എനിക്ക് ആവശ്യത്തിനുള്ള പൈസയൊക്കെ ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് പൈസയുടെ ആവശ്യങ്ങൾ എനിക്കൊന്നുമില്ല. അതായത് എനിക്ക് ഒരുപാട് വീട് പണിയണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വലിയ പ്രാരാബ്ദങ്ങളുള്ള ആളൊന്നുമല്ല. പിന്നെ എനിക്ക് എക്സ്ട്രാ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ കിട്ടുമോ? എനിക്ക് ഒരു മാസം അത്യാവശ്യം നല്ലൊരു വീഡിയോ ഇട്ടാൽ കിട്ടും, എനിക്ക് 1,00,000 മുകളിൽ. പിന്നെ ഞാൻ എന്തിനാ അവിടെ കിടന്നിട്ട് വേറെ അനാവശ്യ പരിപാടിക്ക് പോകേണ്ട ആവശ്യം, എന്നെ മാനക്കേടുണ്ടാക്കുന്ന രീതിക്ക് പോകേണ്ട ആവശ്യം എന്താണുള്ളത്? അതൊന്ന് പറഞ്ഞേ, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ അങ്ങനെയായിരിക്കാം, പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. എനിക്ക് മാന്യമായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ അറിയാം, അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും. എന്ന് വെച്ചാൽ ഞാൻ ഡിവോഴ്സാണ്, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നേ എന്ന് വിചാരിച്ച് എന്നെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കാൻ വരണ്ട. എന്നെക്കുറിച്ച് അനാവശ്യം ഉണ്ടാക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക റീസൺ വേണം. ഞാൻ ഈ പൈസയൊക്കെ എവിടെയാ കൂട്ടി വെക്കണേ? എൻ്റെ അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷൻ കാണിച്ചു കേട്ടെ. എടോ പറഞ്ഞ് ഫലിപ്പിക്കാൻ വരുമ്പോണ്ടല്ലോ, ബിഫോർ ഡിവോഴ്സിന് എന്താണോ മുന്നേ ഉള്ളത് എന്നുള്ളത് ഫലിപ്പിക്കാൻ തട്ടെ. പിന്നെ ആഫ്റ്റർ ഡിവോഴ്സ് നീ എന്തൊക്കെ അനാവശ്യം പറഞ്ഞാലും അതെല്ലാം വെറുതെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുമെന്ന് നീ വിചാരിക്കേണ്ട. ഇതിനൊക്കെ നമുക്ക് മറുപടി ഉണ്ട്. തിരിച്ച് നിന്നെ നീ എന്തോ ഇതിന് മാത്രം ഇത് കൂടുതൽ നിനക്ക് എന്താ പറയാനുള്ളത്? നീ എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് ഞാനങ്ങ് ഇല്ലാണ്ടായി പോകുമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ നീ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ഞാൻ അംഗീകരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവൻ എന്തോ ആണെന്നുണ്ടെങ്കിലും ഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ചൊക്കെ മാന്യതയോടെ ഫലിപ്പിക്കാൻ ശ്രമിക്കും. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുഞ്ഞാറ്റ പിന്നെ ഇച്ചായ. കഴിഞ്ഞ തവണ ഇച്ചായൻ്റെ കുറച്ച് കുൽസിത ചാറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വഴിയൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സൊക്കെ ആയതിനു ശേഷം ഇപ്പം അടുത്ത ഡ്രാമയായിട്ട് ഇറങ്ങിയേക്കാണ്. സ്വന്തം മകനെ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അനാവശ്യമായിട്ട് ഡ്രാമ ഇറക്കുന്നത്. ആദ്യം ഡ്രാമ ഇറക്കുന്ന ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം. കാണുന്നുണ്ടല്ല, ദൈവം കാണുന്നുണ്ടല്ല. ഞാൻ ഇനിയിപ്പോ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം വേറെ ഒന്നല്ല കേട്ടോ. ഇന്ന് മെയ് 10 2026 ഇന്നെന്റെ മകന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇന്നെന്റെ മകന്റെ ബർത്ത്ഡേ ആണ്. അവനെന്റെ കൂടെ ഇപ്പൊ ഇല്ല, അവനെ കണ്ടിട്ടില്ല. അവന്റെ ബർത്ത്ഡേ ആയിട്ട് ഒന്ന് കേക്കോ അല്ലെങ്കിൽ അവനൊന്ന് കാണാനോ അവനോടൊന്ന് മിണ്ടാനോ ഒന്നും പറ്റിയിട്ടില്ല. എന്റെ സ്വന്തം മകന്റെ ബർത്ത്ഡേക്ക് സ്വന്തം മകന്റെ ബർത്ത്ഡേക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. അപ്പം ഞാൻ വേറെ ഒന്നും അങ്ങനെ പറയുന്നില്ല. അപ്പൊ എനിവേ ഹാപ്പി ബർത്ത്ഡേ മിക്കു. അപ്പൊ ഈ അടുത്തില്ലാന്ന് ഓർത്തൊന്നും വിഷമിക്കണ്ട. അപ്പൊ കാണുന്നുണ്ടല്ല, ദൈവം കാണുന്നുണ്ടല്ല. എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് എന്തായാലും കാണണം. അത്രേ ഉള്ളൂ. ഇപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ സൺ. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഓർത്തു. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ അവനെയും എന്നെ ഓർക്കുക. അത്രേ ഉള്ളൂ. ഇത് വെറും ഡ്രാമയാണെന്ന് ഇതിനുള്ള മറുപടി കുഞ്ഞാറ്റ തന്നെ വന്ന് ലൈവിൽ പറയുന്നുണ്ട്. കാരണം കൊച്ചിനെ നോക്കണ്ട, കാണണ്ട, വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഏതോ ഫോണൊക്കെ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ തിരിച്ചു മേടിച്ചു. പിന്നെന്താണ് കാണണ്ടെന്നൊക്കെ പറഞ്ഞ് കോടതി മുഖാന്തരം തന്നെ അയാൾ എഴുതി കൊടുത്താണ്. കൊച്ചിന് 2 മാസം എങ്ങാനും 5,000 രൂപ വെച്ച് ചെലവിന് കൊടുത്തിട്ടുള്ളൂ. പിന്നെ പൈസ കൊടുത്തിട്ടേ ഇല്ല. അപ്പം അങ്ങനെ കുറേ പരിപാടികളും പ്രശ്നങ്ങളും ഇയാളുടെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ട് തന്നെ കോടതി മുഖാന്തരം തന്നെ ലീഗലി മൂവ് ചെയ്തിട്ട് ഇനി ഇയാൾക്ക് കൊച്ചിനെ കാണാനുള്ള പെർമിഷൻ മേടിക്കാൻ പറ്റുള്ളൂ. അത് കുഞ്ഞാറ്റന്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ക്ലിപ്പും കൂടെ ഞാനിവിടെ വെക്കാം. പിന്നെ ഉള്ളത് മിക്കുവിനെ കാണിക്കുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കുവിനെ കാണിക്കുന്നില്ല എന്ന് പറയുന്നത്, മിക്കു ഇപ്പം എൻ്റെ കയ്യിൽ പെർമനന്റ് കസ്റ്റഡിയാണ്. അതുപോലെ തന്നെ മിക്കുവിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും കോടതി പ്രകാരം അവനുണ്ട്. അമൽ പൗലോസ് എന്ന മിക്കുവിൻ്റെ അപ്പനുണ്ട്. അതുപോലെ തന്നെ മിക്കുവിൻ്റെ അപ്പന് കാണാനുള്ള അവകാശം, ചെലവിന് കൊടുക്കാനുള്ള അവകാശം 5,000 രൂപ വെച്ച് മാസം ചെലവിന് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ജാനുവരി 2026, അതായത് ഈ വർഷം ജാനുവരിയിൽ, അതിന് മുന്നേ 2 മാസം മുന്നെയാണ് നമുക്ക് ഈ ഒരു ഉത്തരവ് കിട്ടിയത്. അന്ന് ഒരു 2 മാസം നവംബറിലും ഡിസംബറിലും ജാനുവരിയിലും ആണോ എന്നറിയില്ല, 2 മാസം പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട്. കൊച്ചിന് 5,000 രൂപ വെച്ച് എൻ്റെ പപ്പയുടെ അക്കൗണ്ടിലോട്ടാണ് ഇടേണ്ടത്. അങ്ങനെ 5,000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോണും പുള്ളി മിക്കുവിന് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജാനുവരിയിൽ, ഈ വർഷം തുടക്കത്തിൽ ജാനുവരിയിൽ, കൊച്ചിന് എന്നോട് സ്നേഹമില്ല, എനിക്കിനി കൊച്ചിനെ വേണ്ട, എനിക്കിനി കൊച്ചിനെ വിളിക്കണമെന്നുമില്ല, ഞാൻ ഇനി കൊച്ചിനെ കാണാൻ വരുന്നുമില്ല, ഞാനിനി കൊച്ചിനെ കാണാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ വക്കീലിനോട് സംസാരിച്ച് കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ വിളിച്ചുകൊണ്ടിരുന്നു. ആഴ്ചയിൽ 2 തവണ വിളിക്കായിരുന്നു. അതുപോലെ തന്നെ മാസത്തിൽ 2 തവണ കാണാറുന്നു. അത് കോടതി വളപ്പിൽ വെച്ചിട്ടാണ് കാണാൻ പോളൂ. കാരണം അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളല്ല ഈ കൊച്ചിനെ ഇത് ചെയ്യണതിൻ്റെ പെറ്റീഷണർ, പുള്ളിയാണ് പെറ്റീഷണർ. പുള്ളി ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നതാണ്. അല്ലാതെ കൊച്ചിനെ എടുത്തോ, പെർമനന്റ് കസ്റ്റഡി എടുത്തോ എന്ന് പറഞ്ഞ് പുള്ളി പെറ്റീഷൻ കൊടുത്തിട്ട് എഴുതി തന്നിരിക്കുന്നതാണ് മിക്കു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാനുള്ള അവകാശം, അതുപോലെ തന്നെ ചെലവിന് കൊടുക്കണം, 5,000 രൂപ ചെലവിന് കൊടുക്കണം, അതൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു 2 മാസം എനിക്ക് തോന്നുന്നു ഡിസംബറിലും
അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എൻ്റെ കൊച്ചിനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇതാക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊച്ചിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇനി കോടതി വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ മൂവ് ചെയ്ത് പോയി കാണേണ്ടതാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു മെഴുകൽ വീഡിയോ ആയിട്ട് യൂട്യൂബിനകത്തൊക്കെ ഇറങ്ങുന്നത് കണ്ടു. ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. കാരണം കുഞ്ഞാറ്റേൻ്റെ ഫോണിൻ്റെ അകത്തുനിന്ന് ഇവനെ തകർക്കാൻ, ഇവനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി മോശമായ ചാറ്റുകൾ ഇയാളോട് ചെയ്തിട്ട് ഇയാളെ ട്രാപ്പ് ചെയ്യായിരുന്നു എന്നാണ് ഇവൻ കിടന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പെൺകുട്ടി അങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് വൈഫുണ്ട്, സോറി എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യാം, മെസ്സേജ് സീൻ ചെയ്ത് റിപ്ലൈ കൊടുക്കാതിരിക്കാൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് മുമ്പിലുണ്ട്. പക്ഷേ ആ ഓപ്ഷൻസ് എല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഫേക്ക് അക്കൗണ്ട് തോന്നുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും അവർക്ക് അവരെ ഒപ്പത്തിനൊപ്പം മെസ്സേജ് അയക്കുകയും തൻ്റെ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇയാളൊരു മോശം പുരുഷൻ തന്നെയാണ്. അപ്പോൾ കുഞ്ഞാറ്റ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയാലും കുഞ്ഞാറ്റയെന്ന് അറിയാതെ മറ്റേതോ ഒരു സ്ത്രീയാണെന്ന് കരുതിയിട്ടാണല്ലോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. ഒരു ചാറ്റ് മാത്രമല്ല, ഒത്തിരി ചാറ്റുകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരെണ്ണത്തിൻ്റെ മാത്രം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പില്ല. കാരണം ഇത് കുഞ്ഞാറ്റേനെ അഗ്രി ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളുടെ 2023 ഞാൻ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്, ഞാൻ അയാൾക്ക് മെസ്സേജ്, അതായത് ഞാൻ അമലിന് മെസ്സേജ് അയച്ച് അമൽ മോശക്കാരനാണെന്ന് ചിത്രീകരിച്ച് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട്, അതെ ഞാൻ അമലിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും പറഞ്ഞ് തന്നെയാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് ഇവൻ്റെ കോളേജിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് മെസ്സേജ് അയച്ചു. ആളായിട്ട് ഞാൻ ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. ഞാൻ ആളുമായിട്ട് ഇവൻ മെസ്സേജ് അയച്ചു, വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു. ഞാനത് കണ്ടു, പിടിച്ചു, രണ്ട് കൂട്ടരും പറഞ്ഞു, ക്ഷമിച്ചു, വിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻ മെസ്സേജ് അയച്ചു. നമ്മുടെ ഫാൻ പേജുകളൊക്കെ നടത്തുന്ന ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു. ഫാൻ പേജ് മുഴുവൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാൻ പേജ് നടത്തുന്ന പെൺകുച്ച് മെസ്സേജ് അയച്ച സ്ക്രീൻഷോട്ട് ഇവൻ കുറച്ച് ന്യൂഡ് പിക്ചേഴ്സൊക്കെ അയച്ച് കുറച്ച് പിക്ചേഴ്സൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് അതിങ്ങനെ ഒരു 5-6 കേസ് കഴിഞ്ഞ പിന്നെയാണ് ഇവൻ ഇതെല്ലാം നിർത്തി, ഞാനിനി ഇങ്ങനെയൊന്നും പോവത്തില്ല, അപ്പോൾ ഇനി ഇതുപോലെ ഒന്നും ഞാൻ പോവില്ല, ഞാൻ ഇങ്ങനെയൊന്നും ആവത്തില്ല, ഞാൻ MDMA ഒന്നും യൂസ് ചെയ്യത്തില്ല, ഞാൻ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് വാക്കും തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടായി. ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നു. മിക്കുനന്ന് 10 മാസം പ്രായമുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയി നിന്നു. വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ സിം എടുത്തിട്ട് ഞാൻ ഇവന്, അതായത് അമൽ പൗലോസ് എന്ന വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ വേറൊരു പെൺകുട്ടിയാണെന്നുള്ള രീതിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഈ ഒരു കുട്ടിയാണ്, എനിക്ക് നിങ്ങളെ കാണണം. അപ്പോൾ അതായത് എനിക്ക് ഓൾറെഡി പുള്ളിയുടെ ഡൗട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണോ, അത് ഇവൻ ഇതുപോലെ തന്നെയാണോ, പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും എന്നറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവൻ MDMA യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ഇവൻ MDMAയുടെ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഇപ്പോഴും MDMA യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെൺപിള്ളേർക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും. അതായത് ഒരാൾ ചാറ്റ് ചെയ്യുവാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പഴയ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവൻ ഇപ്പോഴും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പെൺപിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതെല്ലാം സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഞാൻ അന്ന് പെറ്റീഷൻ ഫയൽ ചെയ്തത്. സോ ഇതുപോലെയാണ് ഞാൻ 2023 ഫസ്റ്റ് കേസ് ഫയൽ ചെയ്യുന്നത്. ഫയൽ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നാൾ എൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിയായിട്ട് സംസാരിച്ചു, ഒരു കൗൺസിലിംഗ് കൂടി. ഇപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ, പുള്ളി കരയുന്നു, മെഴുകുന്നു, അപ്പോൾ പുള്ളി ഇനി നന്നാവും, അങ്ങനെയാണ്, ഇനി ഒരു ഇത് ഉണ്ടാവത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും കൊച്ചിന് വേണ്ടിയിട്ട് ജീവിതം മുന്നോട്ട് പോവാണ്. എൻ്റെ ഓൾറെഡി എൻ്റെ ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ ജീവിക്കാൻ തയ്യാറാവുകയാണ് മിക്കുവിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ്ലി കാണുമ്പോൾ, അല്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ്ലി ചെയ്യുമ്പോൾ ഞാൻ ഇതിനൊക്കെ എന്ത് ഉത്തരമാണ് തരേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? ഞാനൊരു ഡിവോഴ്സിന്റെ പോസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു. ഈ മെസ്സേജൊക്കെ ഇവന്റെ അയച്ചതാണ്, അത് ആരയച്ചതാണ്? അതുപോലെ തന്നെ ഇപ്പൊ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് കുറെ പെൺകുട്ടികൾ അയച്ചേക്കുക, ചേച്ചി അന്ന് പറയാൻ പറ്റിയില്ല, നിങ്ങളുടെ ഫാമിലി തകരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അന്ന് പറയാൻ പറ്റി. ഇപ്പോൾ ഞാനിട്ട പോസ്റ്റിന്റെ ഇതിൽ ബേസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കൊരു എക്സ് പോലും ഉണ്ടായിട്ടില്ല. ഞാൻ +2 പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ 10th പഠിക്കുമ്പോഴോ വേറൊരു ലവറോ അല്ലെങ്കിൽ വേറൊരാളോ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ആകെ സ്നേഹിച്ചത് ഈ മഹാപാപിയെയാണ്. സ്നേഹിച്ചു, അവനെ കല്യാണം കഴിച്ചു. എനിക്കങ്ങനെ എക്സോ അല്ലെങ്കിൽ ഞാൻ കുറേ പേരുടെ കൂടെ നടന്നിട്ടോ അല്ലെങ്കിൽ കുറേ പേർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവോ അങ്ങനെയുള്ളൊരു സംഭവം എൻ്റെ ലൈഫിലില്ല. ഇങ്ങനെ ബാഡ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു ഫാദറിൻ്റെ കീഴിൽ ഒരു കൊച്ചിനെ എങ്ങനെയാണ് നല്ല മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് വളർത്താൻ വേണ്ടി പറ്റുക? ആ കുട്ടീൻ്റെ ചുറ്റുപാട് തന്നെ മാറിപ്പോകും. അതിൽ നല്ലത് കുഞ്ഞാറ്റേൻ്റെ കെയറിൽ ജീവിക്കുന്നത് തന്നെയാണ് കുട്ടി. ശരിയല്ല. അതിനിടയ്ക്ക് ഈ പുള്ളിക്കാരി മോശമാണ് എന്നൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി വല്ലാണ്ട് ഇച്ഛായൻ പാടുപെടുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു. അത് പറയുന്നവർ പറഞ്ഞോട്ടെ, കാരണം ഡിഗ്രേഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ അവരുടെ ആവശ്യമാണ്. കാരണം അവനോ നാറി, ഇനിയിപ്പോൾ ബാക്കിയുള്ളവരും കൂടെ നാറ്റിക്കണം. ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം കഴിഞ്ഞ ദിവസം കുഞ്ഞാറ്റ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന് പറയുന്ന ഒരു പാട്ടിൽ ഇതാണ് ആ വീഡിയോ.
അതിനകത്ത് ഡിസൈനായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ കുഞ്ഞാറ്റെ പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നീളത്തിലൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ കുറിപ്പ് ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നില്ല. ഇതാണ് അതിൻ്റെ സാരാംശം എന്ന് മാത്രമേ അറിയാം. ഞാൻ ചാൻസ് കൊടുത്തിട്ടും പുള്ളിക്കാരൻ നന്നായിട്ടില്ല. ഞാനിതൊക്കെ ഒഴിവാക്കി എൻ്റെതായ ലൈഫ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനാവശ്യമായിട്ട് ഇതിനകത്തോട് ഡ്രാഗ് ചെയ്യാണ്. പൊന്നൂസ് അതിനകത്ത് വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പൊന്നു പറയുന്നുണ്ട് ഇവൻ്റെ ഫ്ലേട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവൻ അനാവശ്യമായിട്ട് എൻ്റെ പേര് യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പൊന്നൂസ് അതിലൊന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ കമൻറ്റ്. അപ്പോൾ അതിനുശേഷം അതിന് മറുപടിയായിട്ട് കുഞ്ഞാറ്റൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു സുഹൃത്താണ്, ഒരിക്കലും പൊന്നൂസ് തന്നോട് അങ്ങനെ ചെയ്യില്ല എന്ന് ബ്ലൈൻഡായിട്ട് കുഞ്ഞാറ്റ വിശ്വസിക്കുന്നുണ്ട്. കാരണം അവരുടെ ഇടയിൽ അങ്ങനെ ഒരു ബോണ്ടിങ്, അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് രണ്ടാളുടെ ഇടയിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത്. ഇവനെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഫ്ലേട്ട് ചെയ്യണം, അതിന് ഇവനെ കണ്ട ആൾക്കാരുടെ പേരൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ പൊന്നൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ കഴിഞ്ഞ വട്ടം ഉണ്ടായ ആ ഒരു വിവാദം സോഷ്യൽ മീഡിയക്കകത്ത് അങ്ങനെയും വൈറലായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വല്ലാണ്ട് സഫർ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവരുടെ ആ ഒരു ഞങ്ങൾ വേർപിരിയാണെന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് ഡ്രാമ ഇറക്കിയായിരുന്നല്ലോ, അതുവരെ ഇച്ചായനെ കൊണ്ടാണ് എന്നുള്ളത് കമൻസ് വഴിയും അല്ലാതെയൊക്കെ വല്ലാണ്ട് സ്പ്രെഡായി. സോ ഈ രംഗത്തിലില്ലാത്ത ആൾക്കാരുടെ പേരും അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്തിട്ട് അവരുടെ ലൈഫും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കി കൊടുക്കുകയാണ് ആര് ചെയ്തിട്ടുള്ളത്, ഇച്ചായൻ ചെയ്തിട്ടുള്ളത്. അയാൾ അതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ ന്യായീകരിക്കാൻ വേണ്ടി പറ്റില്ല. കൊച്ചിനെ കാണുന്നുണ്ടെങ്കിൽ ലീഗലി മൂവിയാണ്. നിങ്ങളാണ് പറഞ്ഞത് ഈ കൊച്ചിനെ കാണണ്ട, ചെലവിന് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പോവുക, കോടതിയിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, ലീഗലി മൂവ് ചെയ്യുക. അതല്ലാണ്ട് സോഷ്യൽ മീഡിയക്കകത്തിട്ട് വന്നിട്ട് ഇതിങ്ങനെ കുടുംബക്കോടതി പോലെ വെറുതെ കിടന്ന് വർത്താനം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കൊച്ചിനോട് അത്രയും ആത്മാർത്ഥമായ ഒരു സ്നേഹമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരസ്ത്രീ ബന്ധത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പി തെരഞ്ഞു പോകത്തില്ല. ഒക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന വീഴ്ചകളാണ്.